എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള 10th സ്പെഷ്യൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അലോട്ട്മെന്റ് കിട്ടിയവർ ഒക്ടോബർ 26-ാം തീയതിക്കുള്ളിൽ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതാണ്. ടോക്കൺ ഫീ പേ ചെയ്യാത്തവർക്ക് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെന്റ് നഷ്ടമാവുന്നതായിരിക്കും. നേരത്തെ അലോട്ട്മെന്റ് ഒന്നും കിട്ടാതെ ഈ 10th സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ളവരാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. നേരത്തെ ടോക്കൺ ഫീസ് അടച്ചവർ വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല. വെബ്സൈറ്റിൽ അപേക്ഷകരുടെ ഹോം പേജിൽ നിന്ന് പ്രിന്റ് എടുത്ത അലോട്ട്മെന്റ് മെമ്മോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഒക്ടോബർ 27-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്. 10th സ്പെഷ്യൽ അലോട്ട്മെന്റ് BSc നഴ്സിംഗിന്റെ മാത്രമാണ്, പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് ഉള്ളതല്ല. BSc നഴ്സിംഗിന്റെ മാത്രമാണ്. BSc നഴ്സിംഗിന്റെ NRI കോട്ട സ്പോട്ട് അലോട്ട്മെന്റ് ഇന്ന് LBSന്റെ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ആയിട്ടുള്ള ട്രിവാൻഡ്രത്തും കളമശ്ശേരിയിലും വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും അതിൽ അറ്റൻഡ് ചെയ്ത് അലോട്ട്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് 10th സ്പെഷ്യൽ അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ID, പാസ്വേഡ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അലോട്ട്മെന്റ് സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. NRI കോട്ടയിൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് അലോട്ട്മെന്റ് കിട്ടിയവർ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ തന്നെ ഡോക്യുമെന്റ്സും ആയിട്ട് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ NRI സ്പോട്ട് അലോട്ട്മെന്റ് അതായത് നടന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 24-ാം തീയതി, അതായത് ഇന്നാണ്. അങ്ങനെയുള്ളവർ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് ഓൺ ഓർ ബിഫോർ ഒക്ടോബർ 27-ാം തീയതി 5 മണിക്ക് മുൻപായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്ത് ഒരു സ്പോട്ട് അലോട്ട്മെന്റ് ആണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ജനറൽ ആൻഡ് SC ST കാറ്റഗറിക്ക് വേണ്ടിയുള്ളതാണ്. അത് നടക്കുന്നത് ഒക്ടോബർ 27-ാം തീയതിയാണ്. ഈ ജനറൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ എല്ലാ കാറ്റഗറീസും ഇൻക്ലൂഡഡ് ആവുന്നതായിരിക്കും. ഈഴവ, പിന്നെ EWS, അങ്ങനെയുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. അതായത് അങ്ങനെ എല്ലാവർക്കുമുള്ള ഒരു സ്പോട്ട് അലോട്ട്മെന്റ് ആണ് ഒക്ടോബർ 27-ാം തീയതി കണ്ടക്ട് ചെയ്യുന്നത്. LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ആയ ട്രിവാൻഡ്രത്തും കളമശ്ശേരിയും വെച്ച് തന്നെയാണ് അതും കണ്ടക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൽ അലോട്ട്മെന്റ് കിട്ടുന്നവർ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 29-ാം തീയതി 5 മണിക്ക് മുൻപായിട്ട് തന്നെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി എത്ര സീറ്റ് വേക്കൻസീസ് ആണ് ഉള്ളതെന്ന് അറിയാനായിട്ട് സാധിക്കും. സോ മെജോറിറ്റി കോളേജസിലും എല്ലാം തന്നെ സീറ്റ്സൊക്കെ ഫില്ലായിട്ടുണ്ട്. അതായത് 9ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റ് കഴിഞ്ഞതോടെ തന്നെ എല്ലാ കോളേജസിലെയും ഒരുവിധപ്പെട്ട സീറ്റ്സൊക്കെ ഫില്ലായിട്ടുണ്ട്. അതായത് മെജോറിറ്റി മോസ്റ്റ്ലി ഫില്ലായിട്ടുണ്ട്. എല്ലാ കോളേജസിലും മിക്കവാറും എല്ലാ സീറ്റുകളും ഫില്ലായിട്ടുണ്ട്. ചില കോളേജസിൽ മുഴുവൻ സീറ്റ് ഫില്ലായ കോളേജസും ഇതിൽ ഉണ്ട്. ചിലതിലൊക്കെ ഇനി 2-3 സീറ്റ്സൊക്കെ വെച്ച് ഫില്ലാവാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള വേക്കൻറ്റ് സീറ്റ്സൊക്കെ ഫില്ലാവാനാണ് ഇനി അടുത്ത സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒക്ടോബർ 27-ാം തീയതി. അങ്ങനെ LBSന്റെ ഈ വർഷത്തെ അലോട്ട്മെന്റ് പ്രോസസ്സൊക്കെ ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. സോ അപ്ഡേറ്റ് പ്രകാരം ഇനി ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതല്ല. സോ അടുത്ത ഇനി സ്പോട്ട് അലോട്ട്മെന്റ് ആണ് ഉള്ളത്. സ്പോട്ട് അലോട്ട്മെന്റ് മീൻസ് നമ്മൾ LBS ഒഫീഷ്യലി പറയുന്ന ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വെച്ച് ഡോക്യുമെന്റ്സും പിന്നെ ടോക്കൺ ഫീസും എല്ലാം മാറ്റി അങ്ങ് ചെന്ന് അവിടെ വെച്ച് രജിസ്റ്റർ ചെയ്യണം. സ്പോട്ട് അലോട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ വെച്ച് സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻസ് കൊടുത്താണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അതിൽ അവർ റാങ്കിന്റെ ബേസിലും ഇൻഡെക്സിന്റെ ബേസിലും കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ബേസിലും ഒക്കെയാണ് ബാക്കിയുള്ള വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റ്സിന് അലോട്ട്മെന്റ് അങ്ങനെ കൊടുക്കുന്നത്. സോ 10th സ്പെഷ്യൽ അലോട്ട്മെന്റിലും ഇന്ന് കണ്ടക്ട് ചെയ്ത NRI സ്പോട്ട് അലോട്ട്മെന്റിനും നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയുക. പിന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ സ്പോട്ട് അലോട്ട്മെന്റിന് പോയാൽ ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്തവർക്കും അലോട്ട്മെന്റ് കിട്ടുമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ബാക്കി അലോട്ട്മെന്റ്സിനെ പോലെ ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലും പിന്നെ റാങ്കിന്റെ അടിസ്ഥാനത്തിലും പിന്നെ എന്തെങ്കിലും കാറ്റഗറി റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സീറ്റ് ആർക്ക് കൊടുക്കണോ വേണ്ടിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഈ മാസത്തോട് കൂടി തന്നെ LBSന്റെ അലോട്ട്മെന്റ് കംപ്ലീറ്റ് ആവാനുള്ള ചാൻസസും ഉണ്ട്. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.